ഹലോ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പെർക്യൂസിറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. അലവൻസിൽ ലാസ്റ്റ് ടൈപ്പ് ഓഫ് അലവൻസ് വരെ നമ്മൾ നോക്കി. അലവൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പറഞ്ഞു. അതിലുള്ള പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. HRAയിലാണ് മെയിനായിട്ടൊരു പ്രോബ്ലം വരുന്നത്. അത് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇനി വരുന്ന സാലറി എന്നുള്ള ഹെഡിൽ നമ്മൾ പറഞ്ഞു. പിന്നെ പല ഇൻകംസ്, അതായത് വേജായിട്ട് കിട്ടുന്നത്, ദെൻ അതേപോലെ തന്നെ കമ്മീഷനായിട്ട് കിട്ടുന്നത്, പിന്നെ പല അലവൻസുകൾ, ഇതൊക്കെ ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നെക്സ്റ്റ് ടാക്സബിൾ ആയിട്ട്, അതായത് ഒരു കാൽക്കുലേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ സാലറി എന്നുള്ള ഹെഡിൽ വരുന്ന നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റാണ് പെർക്യൂസൈറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. As per section 17 clause 1 of the Income Tax Act includes the value of perquisite is also under the head salary. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പെർക്യൂസിറ്റ് 17 clause 1 അനുസരിച്ച് പെർക്യൂസിറ്റ് എന്ന് പറയുന്നതും ഏതിൽ വരുന്നതാണ്? ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് സാലറി എന്നുള്ള ഹെഡിൽ ഉൾപ്പെടുന്നതാണ്. സെക്ഷൻ 17 clause 2 അനുസരിച്ച് 17 clause 1 അനുസരിച്ച് പറഞ്ഞു എന്താണ് പെർക്യൂസിറ്റ് എന്ന് പറയുന്ന ഇൻകം സാലറി എന്നുള്ള ഹെഡിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞു. 17 clause 2 അനുസരിച്ച് പെർക്യൂസിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പെർക്സ് ഓർ പെർക്യൂസിറ്റ്. പെർക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും, പെർക്യൂസൈറ്റ് എന്നും പറയും. സോ 17 clause 2 അനുസരിച്ച് പെർക്യൂസൈറ്റ് എന്ന് പറഞ്ഞാൽ ആസ് എനി ക്യാഷ്വൽ എമോളുമെൻറ്റ്സ്, ഫീ ആൻഡ് പ്രോഫിറ്റ് അറ്റാച്ച്ഡ് ടു ആൻ ഓഫീസ് ഓർ പൊസിഷൻ ഇൻ അഡീഷൻ ടു സാലറി ഓർ വേജസ്. സാലറിക്ക് വേജസിന് പുറമേ ഒരു ഓഫീസ് വർക്കിന്, അതല്ലെങ്കിൽ നമ്മളുടെ ഒരു പൊസിഷന്. ഇപ്പം ഞാനൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയാണ്. അപ്പോൾ ആ എംപ്ലോയിക്ക് ഓണർ, അതായത് മീൻസ് ദ എംപ്ലോയർ, സാലറിയുടെ പുറമെ എന്തെങ്കിലും ക്യാഷ്വലായിട്ടുള്ള ഇനി എമോളുമെൻറ്റ്സ്, ഫീസ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഫിറ്റുകൾ, ഇപ്പം ലാഭത്തിൻ്റെ ഒരു ഭാഗം എനിക്ക് തരിക എന്നൊക്കെ പറഞ്ഞിട്ട് തരുന്ന പ്രോഫിറ്റിൻ്റെ ഷെയർ, ഇതൊക്കെ എൻ്റെ ഓഫീസ് വർക്കിന് അതല്ലെങ്കിൽ എൻ്റെ പൊസിഷന് വേണ്ടിയിട്ട് എനിക്ക് എംപ്ലോയർ തരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് എന്നുള്ള രീതിയിൽ പറയാം? പെർക്യൂസൈറ്റ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, സോ പെർക്യൂസൈറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എനി ക്യാഷ്വൽ എമോളുമെൻറ്റ്സ്, എന്തെങ്കിലും ക്യാഷ്വലായിട്ട് കിട്ടുന്ന എമോളുമെൻറ്റ്സ്, ബെനഫിറ്റുകൾ, അതല്ലെങ്കിൽ ഗിഫ്റ്റ് പോലുള്ളത്. ദെൻ ഫീ, അതല്ലെങ്കിൽ പ്രോഫിറ്റ് അറ്റാച്ച്ഡ് ടു ഓഫീസ് റിലേറ്റഡ് വർക്കുമായിട്ട് അറ്റാച്ച്ഡ് ആയത്. അപ്പം ആ ജോബിൽ, ആ ഓഫീസിൽ, ആ ജോബിലിരിക്കുന്നവർക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത്. ഓർ പൊസിഷൻ, വർക്ക് ഓഫീസിനോ അതല്ലെങ്കിൽ പൊസിഷനോ സാലറിക്ക് പുറമെ, ഇൻ അഡീഷൻ ടു സാലറിക്ക് പുറമെ അല്ലെങ്കിൽ വേജിന് പുറമെ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? പെർക്യൂസൈറ്റ് എന്ന് പറയുന്നത്. പെർക്യൂസൈറ്റിനെ നമ്മൾ എന്തെന്നും കൂടെ പേരിൽ പറയും? ഫ്രിഞ്ച് ബെനഫിറ്റ് എന്നുള്ള പേരിലും കൂടി അറിയപ്പെടും. സോ പെർക്യൂസിറ്റ് ഇസ് ഓൾസോ റെഫേർഡ് ടു ആസ് ഫ്രിഞ്ച് ബെനഫിറ്റ്. പെർക്യൂസിറ്റിനെ നമ്മൾ ഫ്രിഞ്ച് ബെനഫിറ്റ് എന്നുള്ള പേരിലും കൂടി പറയപ്പെടുന്നു. ഇനി ഇതേപോലെ തന്നെ നമ്മൾ അലവൻസുകൾ പറഞ്ഞ പോലെ തന്നെ പെർക്യൂസിറ്റിനെയും പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പെർക്യൂസിറ്റിൽ തന്നെ നമുക്ക് പറയാം, ഇപ്പം ഹൗസ് റെൻ്റ് അലവൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ പറയുന്നു റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്നുള്ള പേരിൽ പറയുന്നു. ദെൻ അതേപോലെ തന്നെ കാറായിട്ട് കൊടുക്കുന്നു, ലാപ്ടോപ്പായിട്ട് കൊടുക്കുന്നു, ദെൻ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഫ്രീ മീൽസ് കൊടുക്കുന്നു. അവിടെ അലവൻസ് എന്നുള്ള പേരിലാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ നമ്മളതിനെ ഫ്രീ മീൽ എന്നുള്ള പേരിലൊക്കെയാണ് അറിയപ്പെടുക. അപ്പോൾ ഇവിടെയും പെർക്യൂസിറ്റിനെയും നമ്മൾ എന്താക്കുന്നുണ്ട്? 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പെർക്യൂസിറ്റിനെ തന്നെ പറയുന്നുണ്ട്, ദീസ് ആർ യൂഷ്വലി നോൺ ക്യാഷ് ബെനഫിറ്റ് given by an employer to employee in addition to cash salary or wages. ക്യാഷ് സാലറിക്ക് പുറമെ, ക്യാഷായിട്ട് കിട്ടുന്ന സാലറിക്ക് പുറമെ നോൺ ക്യാഷ് ബെനഫിറ്റ്, ക്യാഷ് അല്ലാതെ കൊടുക്കുന്ന വേറെന്തെങ്കിലും ബെനഫിറ്റുകൾ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പം ക്യാഷ് സാലറിക്ക് പുറമെ നോൺ ക്യാഷ് ബെനഫിറ്റ് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് യൂഷ്വലി റെഫേർഡ് ടു ആസ് പെർക്യൂസിറ്റ്. However, they may include cases where employer reimburses expenses or pays for obligations incurred by the employee. ഇതിൽ എങ്ങനെയും കൂടെ ആവാം, പല സിറ്റുവേഷനുകളിലും എംപ്ലോയറിൽ നിന്ന് എംപ്ലോയിക്ക് വന്നിട്ടുള്ള പല എക്സ്പെൻസുകളും റീഇംബേഴ്സ് ചെയ്യുന്നതും ആവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു എംപ്ലോയിയാണ്,
എനിക്ക് ഇത്ര എക്സ്പെൻസ് വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എംപ്ലോയറുടെ അടുത്ത് ബില്ല് കൊടുത്തിട്ട് പറയുകയാണ് ഇന്ന കാര്യം ചെയ്തതിന് എനിക്ക് ഇത്ര എക്സ്പെൻസ് വന്നു, ഇത് എനിക്ക് തിരിച്ച് റീഇംബേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് അണ്ടർ ദ ഹെഡ് പെർക്വിസിറ്റ്. Okay, so any amount is reimbursed. The expenses incurred by the employee and that expense amount is reimbursed by the employee to the employer. Perquisite is also referred to as fringe benefit. Perquisite ne നമ്മൾ എന്ത് എന്നുള്ള പേരിലും കൂടെ പറയപ്പെടുന്നുണ്ട്, ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്നുള്ള പേരിലും കൂടി പറയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഞാൻ പറഞ്ഞത് ടൈപ്സ് ഓഫ് പെർക്വിസിറ്റ്. പെർക്വിസിറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 3 രീതിയിലാണ് പെർക്വിസിറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അലവൻസിൻ്റെ കേസിൽ പറഞ്ഞ അതേപോലെ തന്നെ അലവൻസിൽ നമ്മൾ പറഞ്ഞു ഫുള്ളി ടാക്സബിൾ അലവൻസ്, പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ് അല്ലെങ്കിൽ പാർട്ട്ലി ടാക്സബിൾ അലവൻസ്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ഈ 3 ക്ലാസിഫിക്കേഷനാണ് ഞാൻ ഇതിൻ്റെ കേസിൽ പറഞ്ഞത്, അലവൻസിൻ്റെ കേസിൽ പറഞ്ഞത്. സെയിം ആസ് ഹിയർ ഓൾസോ. പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്. പെർക്വിസിറ്റ് എല്ലാ എംപ്ലോയീസിൻ്റെ കയ്യിലും ടാക്സ് ചെയ്യുന്നത്. പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി. പെർക്വിസിറ്റ് സ്പെസിഫൈഡ് എംപ്ലോയീൻ്റെ കയ്യിൽ മാത്രം ടാക്സ് ചെയ്യുന്നത്. ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്, ടാക്സേ കൊടുക്കണ്ടാത്ത ഫ്രീ ആയിട്ട് കിട്ടുന്ന പെർക്വിസിറ്റ്. അപ്പോൾ ടാക്സ് ഫ്രീ പെർക്വിസിറ്റിൽ എങ്ങനെയായിരിക്കും, ആ കിട്ടുന്ന പെർക്വിസിറ്റുകൾക്ക് പ്രത്യേകിച്ച് ഒരു ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടാവില്ല. അപ്പോൾ പെർക്വിസിറ്റിനെ നമ്മൾ 3 രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്. പെർക്വിസിറ്റ് എല്ലാ എംപ്ലോയീസിൻ്റെ കയ്യിലും ടാക്സ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി. സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കയ്യിൽ ടാക്സ് ചെയ്യുന്ന പെർക്വിസിറ്റ്. ദെൻ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്, ടാക്സബിൾ അല്ലാതെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ചില ബെനിഫിറ്റുകൾ ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് എന്ന് പറയാം. ഇതും പറഞ്ഞ പോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കെയർ ചെയ്തിട്ട് ചെയ്യേണ്ട പ്രോബ്ലംസ് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് പറയുന്നത് ടാക്സബിൾ പെർക്വിസിറ്റ് ഇൻ ഓൾ കേസസ്. ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് എല്ലാ കേസിലും ടാക്സ് ചെയ്യപ്പെടുന്ന കാര്യമാണ് കേട്ടോ. അതായത് പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ ഓൾ കേസസ്, എല്ലാ കേസിലും ടാക്സ് ചെയ്യപ്പെടുന്ന പെർക്വിസിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടാക്സബിൾ പെർക്വിസിറ്റ് ഇൻ ഓൾ കേസസ്, എല്ലാ കേസിലും ടാക്സ് ചെയ്യപ്പെടുന്ന പെർക്വിസിറ്റ്. അതിൽ ഫസ്റ്റ് വൺ ആണ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഓർ അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റെൻറ്റ്. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ നമ്മൾ HRA പറഞ്ഞിരുന്നല്ലോ, അതേ കോൺസെപ്റ്റ് തന്നെ. ചില സമയത്ത് ചില ഓർഗനൈസേഷൻ HRA കൊടുക്കുന്നുണ്ടാവില്ല, പകരം റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അവർക്ക് താമസിച്ചാൽ പോരെ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, റെൻറ്റ് ഫ്രീ ആയിട്ടുള്ള അക്കോമഡേഷൻ അവർക്ക് കൊടുക്കും. HRA നമ്മൾ ടാക്സബിൾ ആണ് പാർട്ട്ലി എക്സംപ്റ്റഡിൽ എന്ന് പറഞ്ഞ പോലെ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷനും എല്ലാ കേസിലും ടാക്സബിൾ ആണ്. അതിൻ്റെ കാൽക്കുലേഷൻ പക്ഷെ നമ്മൾ താഴെ പറയുന്ന പോലെയാണ് ചെയ്യുന്നത് എന്ന് മാത്രം. HRAയിൽ നമ്മൾ പാർട്ട്ലി ടാക്സബിൾ ആണെന്ന് പറഞ്ഞ പോലെ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എല്ലാ കേസിലും ടാക്സബിൾ ആണ്. അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റെൻറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റെൻറ്റ്, വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഓർ അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റെൻറ്റ്. അതിൽ നമുക്കറിയാം ഫസ്റ്റ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പല രൂപത്തിലാണ്. എങ്ങനെയൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് താഴെ പറയുന്നുണ്ട്. ഈ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കാൽക്കുലേഷൻ വരുമ്പോൾ ഓരോ കോൺസെപ്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അല്ലെങ്കിൽ അക്കോമഡേഷൻ ആയിട്ട് കൺസെഷണൽ റെൻറ്റ് വാല്യൂ ചെയ്യുന്നത് എന്നുള്ളത് താഴെ പറയുന്നു. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഇസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓൾ എംപ്ലോയി. എല്ലാ എംപ്ലോയീസിൻ്റെ കയ്യിലും ടാക്സബിൾ ആണ്. എക്സെപ്റ്റ് ആരൊക്കെ ഒഴികെ, ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ഒഫീഷ്യൽ ഓഫ് പാർലമെൻറ്റ് ഓർ യൂണിയൻ മിനിസ്റ്റേഴ്സ് ആൻഡ് എ ലീഡർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മളെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനും ഹൈക്കോർട്ട് ജഡ്ജിനും സുപ്രീം കോടതി ജഡ്ജിനും എന്താണ് ഈ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ബാധകമല്ല. ഓക്കെ, നമ്മൾ പല MLA മാരും MP മാരൊക്കെ ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്ത് അവർക്ക് അവിടെ ഫ്രീ ആയിട്ട് താമസിക്കാമല്ലോ, അവരുടെ അക്കോമഡേഷൻ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊന്നും എന്തല്ല, അവരിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട പർപ്പസ് ഉള്ളത് കൊണ്ട് അതൊരിക്കലും അവർക്ക് ടാക്സബിൾ അല്ല. അതെന്താണ് അവർക്ക് വരുന്നത്, ഫുള്ളി അവർക്കത് ഒഴിവാക്കി കൊടുക്കും. ഓക്കെ, അപ്പോൾ പക്ഷെ അല്ലാത്ത എല്ലാ എംപ്ലോയീസിൻ്റെ കയ്യിലും എന്താണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. അപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറയുകയാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ടാക്സബിൾ ആണ്.
For the purpose of calculating rent-free accommodation, the employee have been classified into two categories. ഈ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 2 കാറ്റഗറി ആയിട്ടാണ്. ഫസ്റ്റ് വൺ, സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ്, അതർ എംപ്ലോയീസ്. ഓക്കെ, അപ്പം എല്ലാ എംപ്ലോയീസിൻ്റെ കയ്യിലും റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. ദെൻ ഒഴികെ ആരുടെയൊക്കെ? ഹൈക്കോടതി ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജി, യൂണിയൻ മിനിസ്റ്റേഴ്സ്, ദെൻ അതേപോലെ തന്നെ ഒഫീഷ്യൽസ് ഓഫ് ദ പാർലമെൻറ്റ്, ലീഡർ ഓഫ് ഓപ്പർച്യൂണിറ്റി, ഇവർക്കൊന്നും എന്ത് ബാധകമല്ല? റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കിട്ടിയാലും അത് ടാക്സബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിലിനി നമുക്കിത് കാണണമല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഈ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ജോലിക്കാരെ, എല്ലാ എംപ്ലോയീസിനെയും നമ്മൾ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ്, നമുക്ക് തന്നെ അറിയാവുന്നതേ ഉള്ളൂ. ഗവൺമെൻറ് ജോലിക്കാർ അല്ലാത്തവർ, അത്രേ ഉള്ളൂ. അതാ ഉദ്ദേശിക്കുന്നത്, ഗവൺമെൻറ് ജോലിക്കാർ അല്ലാത്തവർ. അപ്പോൾ ഇത് ഗവൺമെൻറ് ജോലിക്കാർ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ എംപ്ലോയീസ്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ്, അതർ എംപ്ലോയീസ്, അങ്ങനെ 2 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ എംപ്ലോയീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ്? വേർ ദ അക്കോമഡേഷൻ ഇസ് പ്രൊവൈഡഡ് ടു സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ്, സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എങ്ങനെയാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്? വേർ അക്കോമഡേഷൻ ഇസ് അൺഫേർണിഷ്ഡ്, ആ അക്കോമഡേഷൻ്റെ ഉള്ളിൽ ഫേർണിച്ചർ ഒന്നുമില്ല, അൺഫേർണിഷ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഫേർണിച്ചർ ഒന്നുമില്ലാതെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിന് വീട് കൊടുക്കുകയാണെങ്കിൽ, വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ടു സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ഈസ് ഈക്വൽ ടു ദ ലൈസൻസ് ഫീ. അപ്പോൾ നമ്മളെടുത്ത് ക്വസ്റ്റ്യനിൽ ഈ ഒരു വേർഡ് തന്നിട്ടുണ്ടാവും, ലൈസൻസ് ഫീ. ആ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ സിറ്റിയിൽ കൊടുക്കുന്ന ലൈസൻസ് ഫീ എത്രയാണോ, സാധാരണ ഉള്ള റെൻ്റ് എത്രയാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ലൈസൻസ് ഫീ ആണ് നമ്മളിവിടെ എന്തായിട്ട് എടുക്കേണ്ടത്? വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ശരിക്കും ശ്രദ്ധിക്കണേ, വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആയിട്ട് എടുക്കേണ്ടത് ഏതാണ്? ലൈസൻസ് ഫീ ആണ്. അപ്പോൾ നിങ്ങൾ നോട്ടായിട്ട് ബ്രീഫായിട്ട് തന്നെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി, വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഇസ് ലൈസൻസ് ഫീ. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ലൈസൻസ് ഫീ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആയിക്കൊള്ളട്ടെ, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന് പറയുന്നത്, റെൻറ്റ് ഫ്രീ അക്കോമഡേഷന് കൊടുക്കുന്ന വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന് പറയുന്നത് ലൈസൻസ് ഫീനോട് ഈക്വൽ ആണ്. ഇനി ഇപ്പോൾ ഇത് ഫസ്റ്റ് കേസ് പറഞ്ഞത് വീട് അൺഫേർണിഷ്ഡ് ആട്ടോ, അതിൻ്റെ ഉള്ളിൽ ഫേർണിച്ചർ ഒന്നുമില്ല, ഒരു വീട് മാത്രം അങ്ങോട്ട് കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ. ഇൻ കേസ് വേർ ദ അക്കോമഡേഷൻ ഇസ് ഫേർണിഷ്ഡ്, ഇനി വീട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ഫേർണിച്ചറുകളുണ്ട്, ടേബിളുണ്ട്, കസേരയുണ്ട്, ടി വി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ അക്കോമഡേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫേർണിച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് ഫേർണിച്ചറും കൂടി ഈ ലൈസൻസ് ഫീയുടെ കൂടെ ആഡ് ചെയ്യണം. ദറ്റ്സ് ഓൾ. 10% കോസ്റ്റ് ഓഫ് ഫേർണിച്ചറിൻ്റെ 10% നമ്മൾ എന്തിൽ ആഡ് ചെയ്യണം? ലൈസൻസ് ഫീൽ ആഡ് ചെയ്യണം എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പെർക്വിസിറ്റ് എത്ര വരും? ലൈസൻസ് ഫീ പ്ലസ് 10% കോസ്റ്റ് ഓഫ് ഫേർണിച്ചർ. ആ ഒരു പോയിൻ്റ് അവിടെ ശരിക്കും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ലൈസൻസ് ഫീ പ്ലസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫേർണിച്ചർ. അപ്പോൾ എന്താ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കേസ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദറ്റ് ഈസ് ഗവൺമെൻറ് എംപ്ലോയി, ഗവൺമെൻറ് എംപ്ലോയീനെ തന്നെ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറയാം, അതർ എംപ്ലോയീസ് എന്നും പറയാം. ഇനി സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ വീട് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഫേർണിഷ്ഡ് അല്ലെങ്കിൽ ലൈസൻസ് ഫീ മാത്രം എടുത്താൽ മതി. ഫേർണിഷ്ഡ് ആണെങ്കിൽ ലൈസൻസ് ഫീ പ്ലസ് 10% കോസ്റ്റ് ഓഫ് ഫേർണിച്ചർ. ഓക്കെ, ഫർണിച്ചർ മീൻസ് ടി വി, റെഫ്രിജറേറ്റർ, അതർ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, എയർ കണ്ടീഷൻ പ്ലാന്റ് ഓർ എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, ദെൻ അതാണ് നമ്മളിവിടെ കോസ്റ്റ് ഓഫ് ഫേർണിച്ചർ ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. ഈ ഫേർണിച്ചർ ഇസ് ഹയേർഡ്. ഇനിയിപ്പോൾ ആ കമ്പനി ഫർണിച്ചർ തന്നെ ഹയർ ചെയ്തിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കമ്പനി എടുക്കുന്ന ഹയർ പർച്ചേസിൻ്റെ ചാർജ് എത്രയാണോ ആ ഹയർ ചാർജസ് ആയിരിക്കും എന്തായിട്ട് കൊടുക്കേണ്ടി വരിക? ഇവിടെ 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫേർണിച്ചർ എന്നുള്ളതിന് പകരം എന്താണ് കൊടുക്കേണ്ടി വരിക? ഹയർ ചാർജസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക.
ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, വീട് അൺഫേർണിഷ്ഡ് ആണെങ്കിൽ ലൈസൻസ് ഫീ മാത്രം എന്തായിട്ട് കാണിക്കുക, റെൻറ്റ് ഫ്രീ അക്കോമഡേഷനായിട്ട് പെർക്യൂസിറ്റായിട്ട് കാണിക്കുക. ഇനി ഇത് അക്കോമഡേഷൻ ഫേർണിഷ്ഡ് ആണെങ്കിൽ ലൈസൻസ് ഫീ പ്ലസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫേർണിച്ചർ. ദെൻ ഇതിൻ്റെ പുറമെ എന്താണ്, ഇൻ കേസ് ചിലപ്പോൾ കമ്പനി തന്നെ ഹയർ ചെയ്തിട്ടാണ് ഈ ഫേർണിച്ചറുകൾ എടുക്കുന്നതെങ്കിൽ ഹയർ ചാർജസ് ആയിരിക്കും എന്തായിട്ട് കൊടുക്കേണ്ടത്, 10% ആയിട്ട് കൊടുക്കേണ്ടത്. ഹയർ ചാർജസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്, വേർ അക്കോമഡേഷൻ ഇസ് പ്രൊവൈഡഡ് സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ്. സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ എംപ്ലോയീസിനാണെങ്കിൽ അവിടെ രണ്ട് കോൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. ലൈസൻസ് ഫീ ആണ്, വേറൊന്നും ഇതിൽ മാറ്റില്ല. ലൈസൻസ് ഫീ ആണ്. ലൈസൻസ് ഫീ ഏത് കേസിൽ, അൺഫേർണിഷ്ഡ് ആണോ ഫേർണിഷ്ഡ് ആണോ. അൺഫേർണിഷ്ഡ് ആണെങ്കിൽ ലൈസൻസ് ഫീ മാത്രം, ഫേർണിഷ്ഡ് ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഫേർണിച്ചറിൻ്റെ 10% കൂടി ലൈസൻസ് ഫീയുടെ കൂടെ ആഡ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഹയേർഡ് ആണെന്നുണ്ടെങ്കിൽ ഹയർ ചാർജസ് ആണ്. ആക്ച്വൽ ഹയർ ചാർജസ് പേയബിൾ, അതായത് ലൈസൻസ് ഫീ പ്ലസ് ആക്ച്വൽ ഹയർ ചാർജസ് പേയബിൾ. ഓക്കെ, ലൈസൻസ് ഫീ പ്ലസ് ആക്ച്വൽ ഹയർ ചാർജസ് പേയബിൾ. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് കേസ്, സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ്. ഇനി വേർ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ടു പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ്. ഇനി പ്രൈവറ്റിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പെർക്യൂസിറ്റ് ആയിട്ടുള്ള റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അത് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് പെർക്യൂസിറ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ടു പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ്, ഓക്കെ, ഓർ അതർ എംപ്ലോയീസ് ഡിപ്പെൻസ് ഓൺ ദ സാലറി. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, അവരുടെ സാലറിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, അവരുടെ കോസ്റ്റ് ഓഫ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിപ്പെൻസ് ഓൺ ദെയർ സാലറിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ അവരുടെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അവരുടെ സാലറിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ദെൻ ഫസ്റ്റ് കേസ്, അതിൽ ഞാൻ 2-3 കേസസ് പറയുന്നുണ്ട്. അതിലെ ഫസ്റ്റ് കേസ്, അക്കോമഡേഷൻ ഇസ് അൺഫേർണിഷ്ഡ് ആൻഡ് ദ അക്കോമഡേഷൻ ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ. ഫേർണിച്ചർ ഒന്നുമില്ല കേട്ടോ, ഞാൻ എംപ്ലോയർ ആണെങ്കിൽ, അതായത് ഞാൻ ജോലി കൊടുക്കുകയാണ് കുറച്ച് എംപ്ലോയീസിന്, അപ്പോൾ ഞാൻ എംപ്ലോയർ ആണെങ്കിൽ എൻ്റെ സ്വന്തം വീടാണ് ഞാൻ ഇവർക്ക് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 രീതിയിൽ കാണണം. 15% സാലറിയുടെ പോപ്പുലേഷൻ 25 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത്, 10% സാലറിയുടെ പോപ്പുലേഷൻ 25ൻ്റെ ചോടെ എന്നാൽ 10ൻ്റെ മേലെ, 10 ലക്ഷം മുതൽ 25 ലക്ഷം വരെ പോപ്പുലേഷനുള്ള സ്ഥലത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, 10% സാലറിയുടെ 10%. അല്ല 10 ലക്ഷത്തിൻ്റെ ചോടെ പോപ്പുലേഷൻ വരുന്നതാണെങ്കിൽ 7.5%. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഓർക്കേണ്ടത്, അക്കോമഡേഷൻ ഇസ് അൺഫേർണിഷ്ഡ് ആൻഡ് ദ അക്കോമഡേഷൻ ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ. അക്കോമഡേഷൻ അൺഫേർണിഷ്ഡ് ആവുക, അക്കോമഡേഷൻ എംപ്ലോയർ ഓൺ ചെയ്യും കൂടെ ആണെങ്കിൽ ഏത് കോൺസെപ്റ്റിൽ എടുക്കണം, 15%, 10%, 7.5%. ഓക്കെ, 15%, 10%, 7.5%. 15% പോപ്പുലേഷൻ 25 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, 10 ലക്ഷം മുതൽ 25 ലക്ഷം വരെയാണെങ്കിൽ 10%, ദെൻ 10 ലക്ഷത്തിൻ്റെ ചോടെയാണെങ്കിൽ 7.5%. അപ്പോൾ 10%, 15%, 10%, 7.5%. ഓക്കെ, 15%, 10%, 7.5% എങ്ങനെയാണ് വരുന്നത്, when accommodation is unfurnished and accommodation is owned by the employer. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിലെ 2 കോൺസെപ്റ്റ് മാത്രം ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞു, if the employee is a government employee and if the employee is a non-government employee, and in the case of non-government employee the accommodation is owned by the employer and provide only the unfurnished house. ഓക്കെ, ആ കേസിൽ ഈ 3 15%, 10%, 7.5% സാലറിയുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 കോൺസെപ്റ്റ് മാത്രമാണ് നമ്മളിപ്പോൾ നോക്കിയത് കേട്ടോ.